എനക്കൊരു സംശയം. നിന്നെയല്ല, നീ കുറച്ച് ദിവസമായി ഇങ്ങനെ ഫോൺ എടുത്തിട്ടില്ലേ? ഇങ്ങനെ മാറി നിന്നിട്ട് സ്വകാര്യം പറയുന്നേ. നിന്റെ സർക്കാർ ഉദ്യോഗസ്ഥനാ? അതിനുള്ള ബുദ്ധിയെല്ലാവർക്കും ഉണ്ടാ? ബുദ്ധിക്കുന്ന ഓർമ്മ വന്ന ബുദ്ധിയേട്ടാ. എന്നിട്ട് ഞാനില്ലേ, അപ്പൊ ഇന്നലെ അങ്ങനെ വിളിക്കുന്ന കണ്ടിട്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ അങ്ങനെ പറയുന്നു, ഞാൻ എപ്പോ വരേണ്ടത്? നീ പിന്നെ ആടെ നിന്നാ മതി, ഇവിടെ നിന്നാ മതി എന്നെല്ലാം പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു സംശയം, അങ്ങേരു ഇന്നത്തെ ഉള്ളൊരു പണി തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങേരെ ഇപ്പൊ തുടങ്ങിയതായിരിക്കൂല. അല്ല, എന്നോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതുകൊണ്ട് എനിക്കൊരു സംശയം. അത് ചിലപ്പോ ഉള്ളതായിരിക്കും. നിന്റെ അടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അയാൾക്ക് എന്തെങ്കിലും സൈഡ് പരിപാടികൾ ഉണ്ടാവും. അതാണ് നിന്നോട് തീരെ താല്പര്യമില്ലാതെ. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു വേറെയൊന്നും കണ്ടിട്ടില്ല. വൃത്തിയായിട്ട് ജോലിക്ക് പോകും, തിരിച്ചു വരും. അപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. ഇനി ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലേ. വീട്ടിൽ വന്നിട്ട് മാറി നിന്നിട്ട് സ്വകാര്യം പറയുന്നത് ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ. അപ്പൊ എന്നെ കാണുമ്പോ ഒരു ദേഷ്യോ ഒരു കുറച്ച് ദൂരം മാറി നിൽക്കുക, പിന്നെ സംസാരിക്കുക. അപ്പൊ ഞാൻ ഇന്നലെ ഒളിഞ്ഞു കേട്ടതാട്ടാ. അപ്പൊ ഇത് മറ്റേ തന്നെ കേട്ടാ, തുടങ്ങിയല്ലേ ഇത് മുന്നേ തുടങ്ങിയതായിരിക്കും. അതല്ലേ നിനടുത്ത് ഞാൻ പറഞ്ഞേ. ഇന്നേരം വേറെയൊന്നും കണ്ടിട്ടില്ലല്ലോ. വേറൊന്നും കാണാതെ നിനക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. പിന്നെ നിന്നെ അങ്ങേര് വ്യക്തമായിട്ട് പറ്റിച്ചോണ്ടിരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, അങ്ങേക്ക് എന്നെ പിടിക്കാത്തത് കൊണ്ടാണോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഇഷ്ടമില്ലാണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ചില മടുപ്പൊക്കെ ഉണ്ടാവൂല, അതുകൊണ്ടായിരിക്കൂലേ. അല്ലേ, ഓഫീസിലുള്ള ആരെങ്കിലും ആയിരിക്കോ? പുറത്ത് പറയാൻ പറ്റില്ല. ഓഫീസിലുള്ളതോ അല്ലെങ്കിൽ പുറത്തോ. ഇപ്പൊ നീ ഇതിന്റെ പുള്ളി ടൂറിനെല്ലാം പോയിട്ടില്ലേ? അതൊക്കെ ആരൊക്കെ ഒപ്പരാന്ന് എനിക്കറിയില്ലല്ലോ. ഇല്ല. അപ്പൊ അതൊക്കെയാണ്. അങ്ങനെ പോകുമ്പോ നിന്നെ കൂട്ടാണ്ട് പോകുമ്പോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ ഞാനൊന്ന് അത് കൊടുത്തപ്പോല്ലേ എന്നോട് നല്ല ഇതില് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ അയാൾക്ക് ഒരു ഇഷ്ടവും ഇല്ലല്ലോ. അതുകൊണ്ടിപ്പോ എനിക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമൊന്നും പറയാൻ അങ്ങനെയില്ല. അങ്ങനെ ഇങ്ങനെ തുടങ്ങിയത് എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ തുടങ്ങിയപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തക്കതായ തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. തെളിവ് ഞാൻ സംഘടിപ്പിക്കും ഇങ്ങനെയാണെങ്കിൽ. ഇനി തെളിവ് സംഘടിപ്പിക്കാൻ പറ്റും. നിന്നെ അങ്ങേര് കയ്യോടെ പിടിക്കരുത്. അങ്ങനെ ഫോൺ എടുത്തിട്ടൊന്ന് നോക്കിയാലോ? ആദ്യം നീ നിന്റെ ഫോണിൽ എന്റെ കോൾ ലിസ്റ്റും അതുപോലെ എന്റെ നമ്പറിലും കളയണം കേട്ടോ. അങ്ങേര് എന്റെ നമ്പറൊന്നുമില്ല. നിന്റെ ഫോൺ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചാല് അങ്ങേർക്ക് അന്ന സംശയം ഉണ്ടാവണ്ടെങ്കിൽ അങ്ങനെ തന്നെ ശ്രദ്ധിക്കണ്ടേ? തോന്നും. സംശയമൊന്നും ഉണ്ടാവൂല. എനിക്കിപ്പോ എന്തെങ്കിലും അർജന്റായിട്ട് നിന്നെ നീ കാണാണ്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫോണ് ഒരു ദിവസം പരിശോധിക്കും. അതിപ്പോ അങ്ങനെ ഫോണിൽ ഇതെല്ലാം വെക്കണമെന്നുണ്ടോ? നോക്കാലോ. കുളിക്കാനെല്ലാം കേറുമ്പോ എല്ലാം എടുത്തിട്ട് നോക്കിയാലോ? അത് നോക്കിയാല് ഇപ്പൊ അയാള് ഫോണില് നമ്പർ വെക്കണമെന്നൊന്നുമില്ലല്ലോ. എനിക്കെന്ത് മനസ്സിലാകാനാ? നമ്പർ വേണമെന്നുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടാവൂലേ? തെളിവുണ്ടാണെങ്കിൽ പിന്നെ നീ അങ്ങേരെ കാണാണ്ട് അങ്ങേരെ
ഫോണിന്റെ കോൾ റെക്കോർഡ് ഓണാക്കി വെക്കണം. അപ്പൊ അന്നേരം അഥവാ ചിലപ്പോ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സംസാരിക്കുന്ന റെക്കോർഡായിട്ടുണ്ടെങ്കിൽ ആരാ എന്താ എന്നാ സംസാരിച്ചെന്നൊക്കെ കേൾക്കാൻ പറ്റും. അത് നല്ല ഐഡിയ അല്ലേ? അങ്ങനെ എങ്ങനെ നോക്കി നോക്ക്. ചിലപ്പോ അത് ചിലപ്പോ മനസ്സിലാവും അങ്ങേർക്ക്. നേരം വിചാരിക്കും തരാം ഓണാക്കി. പിന്നെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു എല്ലാവർക്കും ഉണ്ടാവൂലേ? നീ കല്യാണം കഴിക്കാതെ ഉണ്ടല്ലേ ഞാൻ പറയുന്നു. അല്ല, അതിപ്പം പറയാൻ പറ്റും. കല്യാണം കഴിച്ച ഓർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. സെറ്റപ്പ് ഒന്നും ഇല്ലാതെ ആരും ഉണ്ടാവൂല. എനിക്ക് സെറ്റപ്പ് ഇല്ലേ? അതങ്ങനെ തന്നെ ശ്രദ്ധിക്കല്ലേ. അതുകൊണ്ട് നീ സെറ്റപ്പ് ആയിക്കൊന്നില്ല, നിന്നെ മുഴുവൻ സെറ്റപ്പ് ഇല്ലാണ്ട് അങ്ങനെ നിന്നെ ശ്രദ്ധിച്ചാലും നിന്നെ ഞാൻ സെറ്റപ്പ് ആക്കാത്ത വേറെ കാര്യം. നമ്മള് പണ്ടേയുള്ള സെറ്റപ്പ് അല്ലേ? അങ്ങനെ അങ്ങേർക്കും ഉണ്ടാവും ഏതെങ്കിലും ഒരു സെറ്റപ്പ്. സംശയം നടക്കട്ടെ. അത് ചിലപ്പോ അങ്ങനെ പഠിച്ച അങ്ങനെ പഴയ ഏതെങ്കിലും കുറ്റികൾ ഉണ്ടാവില്ല ഇതുപോലെ ഞാനും നീ ഉള്ളതുപോലെ അയാൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആളൊക്കെ ഉണ്ടാവില്ലേ പഠിക്കുമ്പോഴൊക്കെ. അതാണല്ലോ അധികം സംസാരമൊന്നും ഇല്ലാത്ത ആള് പെട്ടെന്ന് ടൂർ പോകാന്ന് പറഞ്ഞപ്പോ ചാടിയെന്ന് പറഞ്ഞു. അത് ചിലപ്പോ ഓഫീസ് എല്ലാവരും പോയത്, ചിലപ്പോ ഈ പറയുന്ന ആരെങ്കിലും ഒപ്പം പോയതായിരിക്കും. അല്ല, എന്നെയും കൊണ്ട് ഇതുവരെ ടൂർ പോയിട്ടില്ല. അങ്ങനെയുള്ള ആള് ഓഫീസിൽ നിന്ന് ടൂർ പോകാന്ന് പറഞ്ഞപ്പോ ചാടി ഇറങ്ങണ്ടിക്കല് എന്തെങ്കിലും ഓഫീസിലുള്ള ആളെന്നാന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നിയല്ലേ, നീ ഓഫീസിൽ പോയിട്ട് എനിക്ക് അന്വേഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ കൂടെ പഠിച്ച ആരെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ? അത് പറയാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയായിരിക്കും. അല്ലാണ്ട് ഇത്ര ഇഷ്ടത്തോടെ ഇതുവരെ എവിടെയും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഇതൊക്കെ തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ടാവും. അതാണ് നിന്നോടൊക്കെ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാതെ. മനസ്സിലായല്ലേ? ഇത് കണ്ടുപിടിക്കണല്ലോ. എന്തിനാ കണ്ടുപിടിക്കുന്നത്? എനിക്ക് ഞാനിടില്ലേ? പോയ വഴിക്കൊന്ന് കൂട്ടുന്നു. അയാളടി പോണ്ടേ? അയാളെ ആഗ്രഹം നടത്തട്ട്. എനിക്ക് വല്ലാണ്ട് പറ്റൂല. എനിക്ക് പൊള്ളുന്നുണ്ട്. എനിക്ക് വല്ലാണ്ട് പൊള്ളുന്നുണ്ട്. അന്നേരം അഥവാ അയാള് നമ്മളെ ഇത് ചങ്ങാത്തം കണ്ടുപിടിച്ച എന്താവും? അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ എപ്പോഴേ കണ്ടുപിടിക്കും. ശ്രദ്ധിക്കുന്നില്ലല്ലോ. വിചാരിക്കണ്ടാവും ഇവിടെ ഒരു പാവം, ഇവിടെ എപ്പം വീട്ടിൽ തന്നെ ഉള്ളല്ലേ, അയാളെ എവിടെയാണ് വെക്കുന്നത്, പുറത്ത് ആരുമായിട്ട് കണക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ പോകുന്നുണ്ടാവും. അതൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇയാള് വിളിക്കുന്ന ആൾക്ക് ഇതുപോലെ വേറെ ഫാമിലി ഉള്ളതാണോ അറിയില്ലല്ലോ. നോക്കട്ടെ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാല് എങ്ങനെ? ഇത് നമ്മളെ പോലെ എനിക്ക് നീ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെന്ത്? എന്നാലും കല്യാണം കഴിച്ചാലും ഒരു കളി, ഒരുമിച്ചൊരു കളിയെല്ലാം കളിച്ച് വെച്ചങ്ങ് പോകും. അങ്ങനെയല്ലടി പറഞ്ഞേ. നിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നുണ്ടാവോ? അത്തരം ജോലി കഴിഞ്ഞാലും കിട്ടുമ്പോ ഒരു കളിയൊക്കെ കളിച്ച് സന്തോഷം അങ്ങ് പോവാ, അങ്ങനെയായിരിക്കില്ലേ വിചാരിച്ചിട്ടുണ്ടാവോ? അതായിരിക്കും ഇത് രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നതൊക്കെ അതിന്റെ ഭാഗമായിരിക്കും. ഇപ്പൊ നീ അണ്ണ വിളിക്കുന്നില്ലേ, അയാള് കാണാണ്ട്, അയാള് കുളിക്കുമ്പോ അയാൾ ബാത്റൂമിൽ ടോയ്ലറ്റ് ഉണ്ടാകുമ്പോൾ അയാള് നീ എന്നെ വിളിക്കുന്നില്ലേ? അതുപോലെ ആയിരിക്കും. അത് നീ ആ ഒരു മൈൻഡിലെടുത്തങ്ങ് വിട്ടേക്കോ. ഇനി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് കൂടുതൽ പ്രശ്നമാവൂലേ? അങ്ങനെ പോകാൻ പറ്റൂല. അതെന്താ? ഞാൻ പുറകെ തന്നെ കൂടും. അപ്പൊ പിന്നെ നീ ഞാൻ പറഞ്ഞ പോലെ കണ്ടുപിടിക്കും. അല്ല, ഞാൻ പോണോ അന്വേഷിച്ചിട്ട്? എന്തിനി ആരെന്ന് പറഞ്ഞു പോവും? അങ്ങനെ ഇയാളെവിടെയാ പോകുന്നത്, വരുന്നതെല്ലാം നോക്കിട്ട് പോകണോന്ന്. അയാള് ഓഫീസിലേട്ടാവും, പുറത്തങ്ങനെ. ഓഫീസില് ആരെങ്കിലും പണ്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ആണോ ഇയാൾക്ക് എന്നോട് ഇത്ര ഒരു തോന്നാതെന്ന് സംശയം.
നീ പിന്നെ അയാളുടെ അടുത്ത് മര്യാദക്ക് നല്ല ഇതില് കളിക്കാനുള്ള നിൽക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. നീ തന്നെ കുറ്റപ്പെടുത്തുന്നു. കുറ്റപ്പെടുന്നില്ല. ആണുങ്ങൾക്ക് കളി വരണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്ന് സംസാരിച്ച് എന്നിട്ട് വേണം കളിയിലേക്കൊക്കെ കളക്കാൻ. ഈ പെണ്ണുങ്ങളെ കേസ് പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾക്കും അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ആണുങ്ങൾക്ക് അങ്ങോട്ട് തോന്നുന്നു. അതിനോട് എങ്ങനെ വന്നിട്ടും കാര്യമില്ലല്ലോ. ചിലപ്പോൾ ഇത് വലിയൊരു മല പോലെ ഇങ്ങനെ കടന്നിട്ട് ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൽ തന്നെ എനിക്ക് പണി. ഇങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കില്ലേ? ഇനി ഒരു ദിവസം അങ്ങനെ നോക്കിയാലോ? അങ്ങനെ നോക്കി നോക്ക്. ഒരു കാര്യം ചെയ്യ്, നമുക്കിത് നാളെ വിളിക്കാം സമയം. പിന്നെ ശരി.